ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ വിൻഡോസ് 10 നിന്നും 11 ഫ്രീ ആയിട്ട് നമ്മുടെ ഡാറ്റ ലോസും സെറ്റിംഗ്സും ആപ്സ് ഒന്നും റിമൂവ് ആവാതെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സെർച്ച് ബാറിൽ അപ്ഡേറ്റ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വിൻഡോസ് അപ്ഡേഷൻ്റെ ഓപ്ഷൻസ് ഓപ്പൺ ആക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചെക്ക് ഡിവൈസ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ഇതിനകത്ത് നമ്മുടെ സിസ്റ്റം വിൻഡോസ് 11 ആയിട്ട് കോമ്പാറ്റബിൾ ആണോ, അതായത് വിൻഡോസ് 11 മാറ്റുമ്പോഴുള്ള ആ ഒരു വിൻഡോസ് 11 വേണ്ടിയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങളുടെ സിസ്റ്റം വിൻഡോസ് 11 സ്പെസിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഈ ഗെറ്റ് വിൻഡോസ് 11 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സി ഇഫ് ഇറ്റ് ഈസ് റെഡി ടു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വിൻഡോസ് 11 അപ്ഡേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം വിൻഡോസ് അപ്ഡേഷനിലാണ്, അതായത് നമ്മുടെ വിൻഡോസ് 11 അപ്ഡേഷൻ ഫയൽ നമ്മുടെ സിസ്റ്റം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മുടെ വിൻഡോസ് 11 അപ്ഡേഷൻ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ, സ്റ്റേ വിൻഡോസ് 10 നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ കൊടുക്കുന്നുണ്ട്. ആക്സെപ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വിൻഡോസ് 11 വേർഷൻ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പം 0%ലാണ്. നമ്മുടെ ഒരു 100% വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സിസ്റ്റത്തിന്റെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി അനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ഡൗൺലോഡിങ് വിൻഡോസ് 11 ഈ ഒരു അപ്ഡേഷൻ ഡൗൺലോഡിന്റെ സ്പീഡും അതനുസരിച്ചായിരിക്കും നമുക്ക് വരുന്നത്. ഇപ്പം ഈ ഒരു സ്റ്റാറ്റസ് മാറി പെൻഡിങ് റീസ്റ്റാർട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിലോട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ താഴെ റീസ്റ്റാർട്ട് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനകത്ത് റീസ്റ്റാർട്ട് നൗ എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആവുകയും അതേപോലെ അപ്ഡേഷൻ നടക്കുകയും ഫൈനലി അത് വിൻഡോസ് 11 അപ്ഗ്രേഡ് ആയി മാറുകയും ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോൾ ഞാനിത് റീസ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ വിൻഡോസ് 10 എന്നുള്ള സിസ്റ്റം ഒറിജിനൽ വിൻഡോസ് 10 ആയിരിക്കണം, അതായത് ക്രാക്ക്ഡ് വെർഷൻസ് ആവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ വിൻഡോസ് 11 അപ്ഡേഷൻ ഫയൽ ആ ഒരു ഇതിനകത്ത് നമ്മുടെ അപ്ഡേഷനിൽ വരാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നമുക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആവശ്യമാണ്. നമ്മുടെ വിൻഡോസ് 11 സ്പെസിഫിക്കേഷനും നമ്മുടെ സിസ്റ്റത്തിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത് മൂന്നും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കാണാൻ പോകുന്ന പോലെ റീസ്റ്റാർട്ടിനോടൊപ്പം തന്നെ നമ്മുടെ സിസ്റ്റം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. കുറച്ച് നേരത്തിന് ശേഷം ഇപ്പം സിസ്റ്റം റീസ്റ്റാർട്ട് ആൻഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണാം എൻ്റെ സിസ്റ്റം കംപ്ലീറ്റ്ലി വിൻഡോസ് 10 നിന്ന് 11 മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിസ്റ്റത്തിന്റെ ഫയൽസ് എല്ലാം അതേപോലെയുണ്ട്. സെറ്റിംഗ്സും ആപ്സും ഒന്നും റിമൂവ് ആയിട്ടില്ല. എല്ലാം കംപ്ലീറ്റ്ലി 11 നിന്ന് 10 മാറിയിട്ടുണ്ട്.